എല്ലാവർക്കും നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ പാർട്ട് 2ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പാർട്ട് 1ൽ ഇലക്ട്രിക് ചാർജസ് എന്താണെന്നും അതേപോലെ തന്നെ ഇലക്ട്രിക് ചാർജസിന്റെ പ്രോപ്പർട്ടീസും ഇത്രയും പാർട്ട് നമ്മൾ പാർട്ട് 1ൽ കവർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ കൂളൂംസ് ലോ മുതൽ ഇലക്ട്രിക് ഫീൽഡ് വരെയുള്ള ഭാഗങ്ങളാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1 കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ പാർട്ട് 1 കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ടോപ്പിക്കാണ് നമ്മുടെ കൂളൂംസ് ലോ. അപ്പോൾ എന്താണ് നമുക്ക് കൂളൂംസ് ലോ നോക്കാം. അപ്പോൾ കൂളൂംബ് എല്ലാവർക്കും അറിയാം, ഒരു സയന്റിസ്റ്റ് ആണ്. ഇദ്ദേഹം 1783 കാലഘട്ടത്താണ് ഈ ലോ ഫോർമുലേറ്റ് ചെയ്തത്. അപ്പോൾ ഇദ്ദേഹമാണ് ഈ ലോ കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ചാർജിന്റെ യൂണിറ്റ് എന്താണ് കൊടുക്കുന്നത്, കൂളൂംബാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ഡെഫിനിഷനിലേക്ക് ഒന്ന് പോകാം. സ്റ്റേറ്റ്സ് ദാറ്റ് the interaction between 2 point charges is directly proportional to the product of their charges and inversely proportional to the square of distance between them. ഇങ്ങനെ ഡെഫിനിഷൻ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ +1 ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? F is equal to Gm1 m2 divided by r². അതേപോലെ തന്നെ അവിടെ മാസ് ആണ്, m1 m2 എന്ന മാസ് അല്ലേ. ഇവിടെ നമ്മൾ മാസിന്റെ പകരം എന്താണ് എടുക്കുന്നത്? ചാർജ് ആണ് എടുക്കുന്നത്. അപ്പോൾ രണ്ട് ചാർജസ് ഉണ്ട്. ആ രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സസ്, കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാകും എന്താണ് ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് എന്ന്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് ചാർജസ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. എപ്പോഴാണ് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുക? പോസിറ്റീവും ആണെങ്കിൽ എന്താണ് റിപ്പൾസീവ് ഫോഴ്സ്, നെഗറ്റീവും അതായത് ലൈക്ക് ചാർജസ് ഒരേപോലത്തെ ചാർജസ് ആണെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകും. ഓപ്പോസിറ്റ് ചാർജസ് അതായത് പോസിറ്റീവും നെഗറ്റീവും അല്ലെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും ഇങ്ങനത്തെ കേസിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ രണ്ട് ചാർജസ് ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് എൻ്റെ കയ്യിൽ രണ്ട് ചാർജസ് ഉണ്ട്. ഈ രണ്ട് ചാർജസ് ഞാൻ തൊട്ടടുത്ത് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വെച്ചൊക്കെയാണെങ്കിൽ ഒന്നുകിൽ ഇവരെന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അതല്ലാത്ത സമയത്ത് ഇവരെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജസിന്റെ ഇടക്ക് എല്ലാ സമയത്തും എന്തുണ്ടാകും? ഒരു ഫോഴ്സ് ഉണ്ടാകും. ഐദർ ഇറ്റ് മേ ബി അട്രാക്റ്റീവ് ഫോഴ്സ് ഓർ ഇറ്റ് മേ ബി എ റിപ്പൾസീവ് ഫോഴ്സ്. ഒന്നെങ്കിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ആ ഫോഴ്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ, എത്രത്തോളമാണ് അതിന്റെ സ്ട്രെങ്ത്. അത് കണ്ടുപിടിക്കാനാണ് കൂളും എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഈ ലോ എന്ത് ചെയ്തത്? ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആ ലോ പറയുന്നത്? ആ ലോന്റെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം the force between two charges, രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് is directly proportional to the product of their charges and this force is inversely proportional to the square of distance between them. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് രണ്ട് പോയിന്റ് ചാർജസ് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് ചാർജിനെ ഞാൻ Q1 എന്ന് വിളിച്ചു, രണ്ടാമത്തെ പോയിന്റ് ചാർജിനെ ഞാൻ Q2 എന്ന് വിളിച്ചു. അപ്പോൾ Q1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വാണ്ടിറ്റി ഓഫ് ചാർജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് എന്ത്? Q എന്ന് പറയുന്നത്. ഫസ്റ്റ് ചാർജ് ആയതുകൊണ്ട് ഞാൻ 1 റെപ്രസെന്റ് ചെയ്തു, സെക്കൻഡ് ചാർജ് ആയതുകൊണ്ട് ഞാൻ 2 എന്ന് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ രണ്ട് പോയിന്റ് ചാർജസ് ഉണ്ട്. ചാർജ് ചിലപ്പോൾ ഇതെന്താവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇതും പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അപ്പൊ ഈ ചാർജസ് തമ്മിൽ എന്തൊക്കെ ഫോഴ്സ് ഉണ്ടാവാം? ഒന്നെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവാം, അതല്ലെങ്കിൽ എന്തായിരിക്കാം? ഇവർ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കാം. അപ്പൊ എന്തായാലും ഇവിടെ എന്തുണ്ടാവാം? ഒരു ഫോഴ്സ് ഉണ്ടാകും. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്തായി കൺസിഡർ ചെയ്തു? r എന്ന ഡിസ്റ്റൻസ് ആണ് അല്ലെ. എത്ര ഡിസ്റ്റൻസ് വേണമെങ്കിലും 1 മീറ്റർ, 2 മീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ, എത്ര വേണമെങ്കിലും ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആവാം. അപ്പൊ ഇതാണ് കേസ്. അപ്പൊ രണ്ട് പോയിന്റ് ചാർജസ് ഉണ്ട്. ഈ രണ്ട് പോയിന്റ് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? r ആണ്. ഒന്നാമത്തെ പോയിന്റ് ചാർജിനെ ഞാൻ Q1 എന്ന് വിളിച്ചു, രണ്ടാമത്തെ പോയിന്റ് ചാർജിനെ ഞാൻ Q2 എന്ന് വിളിച്ചു. അപ്പൊ ഈ ലോ പ്രകാരം എന്താണ് പറയുന്നത്? ഈ രണ്ട് ചാർജിന്റെയും പ്രോഡക്റ്റിന്റെ വാല്യൂ, അതായത് Q1ന്റെയും Q2ന്റെയും വാല്യൂ ഇൻക്രീസ് ചെയ്തു. Q1ന്റെയും Q2ന്റെയും വാല്യൂ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോഴ്സ് എന്തെയും കൂടും. അത് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ രണ്ട് ചാർജസ് ഉണ്ട്. ഞാനൊരു വാല്യൂ പറയാം. ഫസ്റ്റ് ചാർജിന്റെ ചാർജ് 1 കൂളുംബാണ്, +1 കൂളുംബാണ്. രണ്ടാമത്തെ ചാർജിന്റെ വാല്യൂ -1 കൂളുംബാണ്. അപ്പോൾ ഇതിന്റെ ചാർജ് 1 കൂളുംബ്, ഇതിന്റെ 1 ആണ്. സൈനിന് മാത്രം ഡിഫറൻസ് ഉണ്ട്. ഇതെന്താണ്? പ്ലസ് ആണ്, ഇതെന്താണ്? നെഗറ്റീവ്. അപ്പൊ ഇത് Q1, ഇത് Q2. ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസ് വേണമെങ്കിലും ആവാം. നമ്മൾ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ രണ്ട് ചാർജസ് ഉണ്ട്. ഇവർ തമ്മിൽ ഇപ്പൊ എന്ത് ഫോഴ്സ് ഉണ്ടാവും? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. കാരണം ഒരെണ്ണം പോസിറ്റീവ് ആണ്, മറ്റേത് എന്താണ്? നെഗറ്റീവ് ആണ്. ഈ അട്രാക്റ്റീവ് ഫോഴ്സിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും. ഇനി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഈ ചാർജിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു, അതേപോലെ തന്നെ ഈ ചാർജിന്റെയും വാല്യൂ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇവർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യും? കൂടും. ഞാൻ ഈ 1 കൂളൂംബ് ഉള്ളത് നെക്സ്റ്റ് കേസിൽ 10 കൂളൂംബ് ആക്കി,
-1 കൂളുംബ് ഉള്ളത് ഞാൻ -10 കൂളുംബ് ആക്കി. അപ്പോൾ ഡിസ്റ്റൻസ് എല്ലാം സെയിം ആണ്. ഞാൻ ചാർജ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഇവർ നമ്മൾ അട്രാക്റ്റീവ് ഫോഴ്സിന് സെയിം ആയിരിക്കോ? അല്ല, ഇവർ നമ്മൾ അട്രാക്റ്റീവ് ഫോഴ്സ് ഇനി എന്ത് ചെയ്യും? കൂടും. ഇത് മനസ്സിലാക്കാനുള്ള അടുത്ത ഏറ്റവും എക്സാമ്പിൾ നമ്മുടെ മാഗ്നറ്റ് ആണ്. എന്റെ കയ്യിൽ 2 മാഗ്നറ്റ് ഉണ്ട്. ഈ 2 മാഗ്നറ്റിന്റെയും സ്ട്രെങ്ത് വളരെ കുറവാണ് അല്ലെ? ഒരെണ്ണം നോർത്ത്, അടുത്തത് സൗത്ത്. ഇവർ നമ്മളെ സ്ട്രെങ്ത് അത്രയും കുറവാണ്. അപ്പൊ സ്ട്രെങ്ത് കുറവാണെങ്കിൽ ഇവർ നമ്മൾ അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും ഉണ്ടാവുക? അപ്പോൾ ഈ 2 മാഗ്നറ്റിന്റെ പകരം ഞാൻ അടുത്ത 2 പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റ് കൊണ്ടുവന്നു. അപ്പൊ 2 പവർഫുൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എല്ലാം സെയിം ആണ്, പക്ഷെ എന്താണ്? മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂടി. സ്ട്രെങ്ത് കൂടുമ്പോൾ ഇവർ നമ്മൾ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യും? കൂടും. എത്രത്തോളം ഞാൻ ഈ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നു അത്രത്തോളം ഈ അവർ നമ്മൾ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഈ 2 ചാർജസിന്റെ വാല്യൂ കൂട്ടും തോറും ഇവർ നമ്മളുടെ ഫോഴ്സ് ഒന്നെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ഇതെന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരൊറ്റ എക്സാമ്പിൾ കൂടി നോക്കാം. ഇവിടെ 2 ചാർജസ് ഉണ്ട്. ഇതിന്റെ ചാർജ് +1 കൂളും, രണ്ടാമത്തെ ചാർജും +1 കൂളും. അപ്പൊ ഇവർ നമ്മൾ എന്ത് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക? റിപ്പൾസീവ് ഫോഴ്സ്. കാരണം ഇതും പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ് അല്ലെ? അപ്പൊ ഇവർ നമ്മൾ ഈ 2 ഒബ്ജക്റ്റും ഈ 2 ചാർജസും ഈ 2 ഭാഗത്തേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, കാരണം റിപ്പൾസീവ് ഫോഴ്സ് ആയതുകൊണ്ട്. ഇനി ഈ 1 കൂളോമ്പിന്റെ പകരം ഞാൻ എന്താക്കി? 10 ആക്കി മാറ്റി. ഇതിന്റെയും സ്ട്രെങ്ത് ഞാൻ 1ന്റെ പകരം 10 ആക്കി മാറ്റി അല്ലെ? അപ്പോഴും റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ആ റിപ്പൾസീവ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിട്ടുണ്ടാവും? കൂടിയിട്ടുണ്ടാവും. നല്ല ഏറ്റവും സ്ട്രോങ് ആയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ടാവും? റിപ്പൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ 2 Q1ഉം Q2ഉം 2 ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടും തോറും അവർ നമ്മളുടെ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ഇനി അടുത്തത് F is inversely proportional to 1/r². അതായത് ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, ഡിസ്റ്റൻസ് കൂടും തോറും ഫോഴ്സ് എന്താണ്? കുറഞ്ഞു വരികയാണ്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മാഗ്നറ്റിന്റെ കേസ്, 2 മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ ഇവർ നമ്മൾ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇവർ അട്രാക്ട് ആണ് ചെയ്യുന്നത് അല്ലെ? ഇവർ നമ്മൾ ഡിസ്റ്റൻസ് ഞാൻ ഇൻക്രീസ് ചെയ്തു. ഡിസ്റ്റൻസ് കൂടുന്തോറും അവരുടെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണ്? കുറഞ്ഞു വരും. എത്രത്തോളം ഡിസ്റ്റൻസ് കൂടുന്നു അത്രത്തോളം സ്ട്രെങ്ത് എന്ത് ചെയ്യും? അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഇപ്പൊ 2 ചാർജസ് ഇവിടെ ഉണ്ട്. ഞാൻ ഇവരുടെ ഡിസ്റ്റൻസ് കൂട്ടും തോറും അവർ നമ്മളുടെ ഫോഴ്സ് കുറഞ്ഞു വരും. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? 2 ചാർജസിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുമ്പോൾ അവരുടെ ഫോഴ്സ് കൂടും, ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കൂളോംസ് ലോ. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, the force between 2 charges is directly proportional to the product of their charges അല്ലെ? ഈ 2 Q1ന്റെയും Q2ന്റെയും വാല്യൂ കൂടുന്തോറും അല്ലെ, അവരുടെ പ്രോഡക്റ്റിന്റെ വാല്യൂ കൂടുന്തോറും അവർ തമ്മിലുള്ള ഫോഴ്സ് കൂടിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുമ്പോൾ അവർ തമ്മിലുള്ള ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. ഇതാണ് ആക്ച്വലി കൂളോംസ് ലോ. അപ്പൊ നമുക്ക് കൂളോംസ് ലോ ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാന്ന് നോക്കാം. ഇതുവരെയുള്ള സെക്ഷനിൽ നമ്മൾ കൂളോംസ് ലോ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്കതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുല ഒന്ന് നോക്കാം. സോ അക്കോർഡിംഗ് ടു കൂളോംസ് ലോ, ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദിയർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 and Q2 and divided by r². അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ Q1 Q2 അതേപോലെ തന്നെ 1/r² നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതി. അപ്പോൾ F is directly proportional to Q1 Q2 divided by r². ഇനി നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മാറ്റിയിട്ട് നമുക്ക് ഇക്വേഷൻ ആക്കണം, ഈക്വൽ ടു ആക്കണം. ഇതിപ്പോൾ ഒരു ഇക്വേഷൻ അല്ല, കാരണം ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഉണ്ട്. ഇനി നമുക്കൊരു ഇക്വേഷൻ ആക്കാൻ വേണ്ടി എന്ത് വേണം? ഏതൊരു ഇക്വേഷനിലും ഈക്വൽ ടു ഉണ്ടാകും. അപ്പൊ ഞാനിതൊരു ഇക്വേഷൻ ആക്കി മാറ്റാണ്. ഒരു ഇക്വേഷൻ ആക്കി മാറ്റുമ്പോൾ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഈക്വൽ ടു ആക്കി മാറ്റുന്ന സമയത്ത് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവാറുണ്ട്, എങ്ങനെയാണ് ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നമ്മൾ ഈക്വൽ ടു ആക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു കോൺസ്റ്റന്റോട് മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണമെന്ന്. അപ്പൊ ഞാൻ അതിന് ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. 2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1. അപ്പൊ എന്താ അതിന്റെ മീനിങ്? 2 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ന്റെ വാല്യൂ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1ന്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. ഇനി 2ന്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ 1ന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. ഇതാണ് 2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനെ നമുക്കൊരു ഇക്വേഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം ഇതിൽ എന്തില്ല? ഒരു ഈക്വൽ ടു ഒന്നില്ല. ഞാനിതൊരു ഇക്വേഷൻ ആക്കി മാറ്റാൻ പോവാണ്. അപ്പൊ ഇക്വേഷൻ ആക്കി മാറ്റുമ്പോൾ എങ്ങനെ എഴുതാം? 2 is equal to 1. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഞാൻ മാറ്റിയിട്ട് എന്താക്കി മാറ്റി? ഈക്വൽ ടു എന്നാക്കി മാറ്റി. ഇപ്പൊ ഇത് ശരിയായോ? ഇല്ല. കാരണം എന്താണ്? 2 ഒരിക്കലും എന്തിന് ഈക്വൽ അല്ല? 1ന് ഈക്വൽ അല്ല. അപ്പൊ നമുക്ക് ഇതിന് ഒരു കാര്യം മനസ്സിലായി, ഒരിക്കലും പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമുക്ക് ഈക്വൽ ടു ആക്കാൻ പറ്റില്ല. ഇനി ഈക്വൽ ടു ആക്കണം നമുക്ക്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ 2 ഈക്വൽ ടു 1 അല്ല, ഇവിടെ ഞാൻ എന്ത് ചെയ്താൽ മതി? ഒരു നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പൊ ശരിയാവും. അപ്പൊ 2 ഈക്വൽ ടു 2 ആക്കണമെങ്കിൽ ഇവിടെ ഏത് നമ്പറോട് മൾട്ടിപ്ലൈ? ഞാൻ ഒരു 2 എന്ന് പറഞ്ഞ നമ്പർ കൊണ്ട് ഞാൻ ഇപ്പൊ മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ എന്തായി? 2 ഈക്വൽ ടു 2. ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ ആയിട്ട് എന്തായിട്ടുണ്ട്? ശരിയായിട്ടുണ്ട്. സോ
ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഈക്വൽ ടു എന്നാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഏതാണ്? 2 ആണ്. ഇനി ഞാൻ മനസ്സിലാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. 20 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 5 അല്ലേ? 20 എന്താണ്? 5ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വിച്ച് മീൻസ് whenever the value of 20 increases, the value of 5 will also increase. Whenever the value of 20 decreases, simultaneously the value of 5 will also decrease. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ 20യുടെ വാല്യൂ കൂടുമ്പോൾ 5ന്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. 20യുടെ വാല്യൂ കുറയുമ്പോൾ 5യുടെ വാല്യൂയും കുറയും. ഇത് ഒരു ഇക്വേഷൻ അല്ലല്ലോ, കാരണം ഇക്വേഷനിൽ എന്ത് വേണം? ഈക്വൽ ടു വേണം. ഞാനിതൊരു ഇക്വേഷൻ ആക്കി മാറ്റി അല്ലേ? അപ്പോൾ 20 ഈക്വൽ ടു 5 എന്തല്ല? ശരിയല്ല. അപ്പോൾ എന്ത് മനസ്സിലായി? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഒരിക്കലും ഈക്വൽ ടു ഒന്നാക്കാൻ പറ്റില്ല. ഇനി നമുക്ക് അങ്ങനെ ഈക്വൽ ടു ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടുത്തെ നമ്പർ ഏതായിരിക്കും ഉണ്ടാവുക? 4 അല്ലേ? അപ്പോൾ 5 × 4 20. സോ 20 ഈസ് ഈക്വൽ ടു 20. അപ്പോൾ ഇതിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലായത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഒരിക്കലും ഈക്വൽ ടു ആക്കാൻ പറ്റില്ല. ഇനി അങ്ങനെ ഒരാൾക്ക് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഈക്വൽ ടു ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യണം. എല്ലാ സമയത്തും ആ കോൺസ്റ്റന്റ് ഒരേ വാല്യൂ ആണോ? അല്ല. ഈ കേസിൽ അത് 2 ആണ്, ഈ കേസിൽ അതെന്താണ്? 4 ആണ്. അപ്പൊ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എല്ലാ സമയത്തും ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റോട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം നമ്മുടെ ഈ ഫോർമുല, ഈ മാത്തമാറ്റിക്കൽ റിലേഷൻ നമ്മൾ ഒരു ഇക്വേഷൻ ആക്കി മാറ്റുകയാണ്. സോ എഫ് ഈസ് ഈക്വൽ ടു, അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഞാൻ എന്താക്കി മാറ്റി? ഈക്വൽ ടു എന്നാക്കി മാറ്റി. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഒരിക്കലും എന്താക്കാൻ പറ്റില്ല? ഈക്വൽ ടു എന്നാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരാൾക്ക് ഈക്വൽ ടു ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടുത്തെ കോൺസ്റ്റന്റ് ഏതാണെന്ന് എനിക്കറിയില്ല അല്ലേ? ഓരോ കേസിലും ഓരോ കോൺസ്റ്റന്റ് ആയിരിക്കും. ഞാൻ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ ജസ്റ്റ് കെ എന്ന് വിളിച്ചു. സോ എഫ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. സോ ഇതാണ് നമ്മുടെ കൂളോംസ് ലോന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. എഫ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. സോ എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇവിടെ കെ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് വിളിക്കുന്ന പേരാണിത് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഈ കെ മീഡിയത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മീഡിയം ചേഞ്ച് ആവുമ്പോൾ കെയും എന്ത് ചെയ്യും? ചേഞ്ച് ആവും. എക്സാമ്പിൾ ആയിട്ട് 2 ചാർജ് ഞാൻ എയറിൽ വെച്ചു. സെയിം ചാർജ് സെയിം ഡിസ്റ്റൻസ് എവിടെ എയറിൽ വെച്ച് കഴിഞ്ഞാലും അതിന്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ സെയിം ചാർജ് ഞാൻ ഒരു വാട്ടറിൽ ഡിപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ മീഡിയം മാറി അല്ലെ? മാധ്യമം മാറി. അങ്ങനെ മീഡിയം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ത് ചെയ്യും? ചേഞ്ച് ആവും. അപ്പൊ മീഡിയം മാറുന്നതിനനുസരിച്ച് മാത്രമേ കോൺസ്റ്റന്റിന്റെ വാല്യൂ മാറുള്ളൂ. Q1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാർജ്, Q2 സെക്കൻഡ് ചാർജ്, R എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, കെ നമ്മുടെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ആ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി മീഡിയത്തെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ആയി. ഇനി ഇതിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാനുള്ളത് ഈ കോൺസ്റ്റന്റിനെ പറ്റിയാണ്. അപ്പോൾ ഇനി ഏറ്റവും കുറച്ച് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്, ബുദ്ധിമുട്ടൊന്നുമല്ല, മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് ഞാൻ ഇനി പറയാൻ പോകുന്നത് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, ആ കെയെ കുറിച്ചാണ്. ആ കെന്റെ വാല്യൂ ഞാൻ കണ്ടുപിടിക്കും, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മൾ എക്സ്പെരിമെന്റ് പ്രകാരം നമ്മുടെ കെന്റെ വാല്യൂ നമുക്ക് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആ വാല്യൂ നമുക്ക് കിട്ടി. ആ വാല്യൂ ആണ് 1/4πε. ഓക്കെ, ഇതാണ് കോൺസ്റ്റന്റിന്റെ വാല്യൂ. ഇതൊക്കെ നമ്മൾ എക്സ്പെരിമെന്റ് വഴി കണ്ടെത്തുന്നതാണ്. അപ്പോൾ നമ്മൾ കാണാണ്ട് പഠിക്കുക കെന്റെ വാല്യൂ 1/4πε. ഇതിൽ നമുക്ക് 1 ഫെമിലിയർ ആണ്, 4 π എല്ലാം ഫെമിലിയർ ആണ്. പുതിയ വന്നൊരു ടേം ആണ് എപ്സിലോൺ എന്ന് വിളിക്കുന്നത്. ഈ എപ്സിലോൺ, ഓക്കെ, ഇതൊരു ഗ്രീക്ക് ലെറ്റർ ആണ്. നമ്മൾ എപ്സിലോൺ എന്നാണ് വായിക്കാറ്. ഓക്കെ, ഇൻ ദിസ് കേസ് എപ്സിലോൺ മീൻസ് പെർമിറ്റിവിറ്റി. എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ആണ്. ഈ എപ്സിലോൺ ആണ് നമ്മുടെ മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ കെ ഇസ് ഈക്വൽ ടു 1/4πε. So K is equal to 1/4πε. Epsilon which means permittivity. Epsilon എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ആണ്. അത് ഒരു മീഡിയം ചേഞ്ച് ആകുമ്പോൾ മാത്രമേ ചേഞ്ച് ആവുള്ളൂ. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ടാണ് ഈ പെർമിറ്റിവിറ്റിയും എപ്സിലോണും എല്ലാം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ലാസ്റ്റ് വരെ നമ്മൾ ഈ എപ്സിലോൺ 1/4πε എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ കേൾക്കുന്നതായിരിക്കും. അപ്പോൾ പതുക്കെ പതുക്കെ നമുക്കത് ഫെമിലിയർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ കെന്റെ വാല്യൂ എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പോൾ എഫിന്റെ ഇക്വേഷൻ എന്താ വരിക? എഫ് ഇസ് ഈക്വൽ ടു 1/4πε Q1 Q2 ബൈ ആർ സ്ക്വയർ. ഇതിൽ ചെറിയ കുറച്ച് 1-2 സ്റ്റെപ്പും കൂടി ഉള്ളൂ. കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടേം ആണ് എപ്സിലോൺ ആർ. നമുക്ക് ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കേണ്ട 3 ടേംസ് ആണ്. ഒന്ന് എപ്സിലോൺ 0, എപ്സിലോൺ ആർ. എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി.
എപ്സിലോൺ 0 മീൻസ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, എപ്സിലോൺ ആർ മീൻസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ ഇത്രയും 3 ടേംസ് ആണ്. നമ്മളിതെല്ലാം ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ ടേംസ് പിന്നെയും കേൾക്കുന്നതുകൊണ്ട് നമുക്കത് ഫെമിലിയർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ എപ്സിലോൺ പെർമിറ്റിവിറ്റി, എപ്സിലോൺ നോട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, എപ്സിലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എപ്സിലോൺ എന്താണെന്ന് മനസ്സിലായി, പെർമിറ്റിവിറ്റി. ഇനി എപ്സിലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. നമ്മൾ റിലേറ്റ് ചെയ്യിക്കുകയാണ്, കമ്പയർ ചെയ്യിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. എല്ലാവർക്കും അറിയാം ഡെൻസിറ്റി ഓഫ് വാട്ടർ SI യൂണിറ്റിൽ 1000 ആണ്. ഇനി റിലേറ്റീവ് ഡെൻസിറ്റി ഉണ്ട്. എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാ ലിക്വിഡിന്റെയും ഡെൻസിറ്റി നമ്മൾ വാട്ടറിനോട് കമ്പയർ ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് കെറോസിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇനി ഒരു ഓയിലിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി എന്താണ്, ഡെൻസിറ്റി ഓഫ് ഓയിൽ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ വാട്ടറിനോട് എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ്. ഓക്കെ, അതാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഇവിടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി, അവിടെ നമ്മൾ വാട്ടറിനോടാണ് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫ്രീ സ്പേസ്, ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു വാക്കാണ് എന്ത്, ഫ്രീ സ്പേസ് എന്ന് വിളിക്കുന്നത്. ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ എയർ ഓർ വാക്വം അല്ലെ, എയർ വായു അല്ലെങ്കിൽ ശൂന്യത, അതിനെ നമ്മൾ ഒറ്റൊന്നായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എയർ ഓർ വാക്വത്തോട് എല്ലാ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. അവിടെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ കേസിൽ അവിടെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൻസിറ്റി ഓഫ് എനി സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഏതൊരു സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി നമ്മൾ വാട്ടറിനോട് എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ്. അവിടെ നമ്മൾ കമ്പാരിസൺ എടുത്തത് വാട്ടർ ആണെങ്കിൽ ഇവിടെ നമ്മൾ പെർമിറ്റിവിറ്റിയുടെ കേസിൽ നമ്മൾ കമ്പാരിസൺ എടുക്കുന്നത് ഫ്രീ സ്പേസ് ആണ്. ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ എയർ അല്ലെങ്കിൽ വാക്വം അല്ലെ. ഞാൻ ജനറൽ ആയിട്ട് വാക്വം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്താക്കി വിളിക്കാം, എയർ ആക്കി വിളിക്കാം. അപ്പൊ നമ്മൾ ഇവിടുത്തെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്തായിരിക്കും ഉണ്ടാവുക, പെർമിറ്റിവിറ്റി ഓഫ് എനി മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഓക്കെ, അപ്പൊ എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് എനി മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീഡിയത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, വേറെ ഒരു കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പൊ മീഡിയത്തിന് മാത്രമേ ഇവരെന്ത് ചെയ്യുന്നുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ജനറൽ ആയിട്ട് ഏത് മീഡിയത്തിന്റെ നമുക്ക് എപ്സിലോൺ എന്ന് വിളിക്കാം. എയറിന്റെ അല്ലെങ്കിൽ വാക്വത്തിന്റെ പെർമിറ്റിവിറ്റി എപ്സിലോൺ 0 എന്ന് വിളിക്കുന്നത്. ഇവർ നമ്മളെ കമ്പാരിസൺ വിളിക്കുന്ന പേരാണെന്ത്, എപ്സിലോൺ ആർ അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ ഒന്നുകൂടി നോക്കുക, റിലേറ്റീവ് ഡെൻസിറ്റി നമുക്കറിയാം എന്താ, റിലേറ്റീവ് ഡെൻസിറ്റി, ഡെൻസിറ്റി ഓഫ് എനി സബ്സ്റ്റൻസ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതേപോലെ തന്നെ ഇവിടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ നമ്മൾ വാട്ടറിനോടാണ് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫ്രീ സ്പേസ് അല്ലെ, എയർ ഓർ വാക്വം അതിനോടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ എന്താണ് എപ്സിലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇസ് ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് എനി മീഡിയം അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പോൾ എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇസ് ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് എനി മീഡിയം ഓർ പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പോൾ അതാണ് എപ്സിലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് വേറൊരു പേരും കൂടിയുണ്ട്, ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാൻ പോകുന്ന ഒരു വാക്കാണ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ എപ്സിലോൺ ആറിന്റെ വേറൊരു പേരും കൂടിയാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് വേണമെങ്കിലും വിളിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ട്, എപ്സിലോൺ ഉണ്ട്, ഇവിടെ എപ്സിലോൺ ഉണ്ട് അല്ലെ. അപ്പൊ ഞാൻ എപ്സിലോൺ ഈക്വൽ ടു എഴുതട്ടെ. എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആണ്. അപ്പൊ എനിക്ക് എപ്സിലോൺ ആക്കി എങ്ങനെ എഴുതാൻ പറ്റും, ഈ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇൻറ്റു എന്നായി മാറും. സോ എപ്സിലോൺ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തപ്പോൾ ഇൻറ്റു ആയി മാറി. സോ എപ്സിലോൺ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0. ഞാനിപ്പോൾ എന്തിനാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്, നമ്മുടെ കോൺസ്റ്റന്റിൽ എപ്സിലോൺ ആണുള്ളത്. ആ എപ്സിലോണിന്റെ പകരം എനിക്ക് എന്ത് എഴുതാൻ പറ്റും, എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0. അപ്പൊ എനിക്ക് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. സോ എനിക്ക് നമ്മുടെ കോൺസ്റ്റന്റ് കെ ഇസ് ഈക്വൽ ടു, അപ്പൊ നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റന്റിന്റെ വാല്യൂ 1 ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ ആണ്. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് മനസ്സിലായി. സോ എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0. അപ്പൊ നമുക്ക് കെന്റെ വാല്യൂ കിട്ടി. ഇതാണ് നമ്മുടെ കെന്റെ ജനറൽ ഇക്വേഷൻ. ഈ ജനറൽ ഇക്വേഷൻ അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ആയി മാറി. ഞാൻ ഈ വാല്യൂ നമ്മുടെ ഫോഴ്സിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഫോഴ്സിന്റെ ഇക്വേഷൻ പ്രകാരം എന്താണ് ഫോഴ്സിന്റെ ഇക്വേഷൻ, എഫ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ എന്നല്ലേ. ആ കെന്റെ വാല്യൂ, കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് എന്ത് മനസ്സിലായി, 1/4 പൈ എപ്സിലോൺ ആണെന്ന് മനസ്സിലായി. ആ എപ്സിലോൺ പിന്നെ നമ്മൾ ഡിറൈവ് ചെയ്തു, എന്താണ് എപ്സിലോൺ, എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0. സോ 1/4 പൈ എപ്സിലോൺ ആർ
into epsilon 0 q1 q2 divided by r square. Okay, 1 by 4 pi epsilon r into epsilon 0 q1 q2 divided by r square. ഞാൻ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്യാം. നമുക്കറിയാം അക്കോർഡിംഗ് ടു കൂളംസ് ലോ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു q1 q2 ആണ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r സ്ക്വയർ. ഈ രണ്ട് ഇക്വേഷനും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ q1 q2 ഡിവൈഡ് ബൈ r സ്ക്വയർ എന്ന് എഴുതി. ഇനി നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റിയിട്ട് ഈക്വൽ ടു ആക്കണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇവിടെ വന്ന ഒരു കെ. ഈ കേന്റെ വാല്യൂ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അത് എക്സ്പെരിമെന്റ് നടത്തി കിട്ടുന്ന വാല്യൂ ആണ്. അങ്ങനെ ചെയ്തപ്പോൾ എന്ത് കിട്ടി നമുക്ക്? കെ ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ അല്ലേ? 1നെ പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. 4 നമുക്കറിയാം, പൈ 3.14 ആണ് വാല്യൂ. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പുതിയ വന്നൊരു ടേം ആണ് ഈ എപ്സിലോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഗ്രീക്ക് ലെറ്റർ ആണ്. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ആണ്. ഈ പെർമിറ്റിവിറ്റി ഏതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മീഡിയം അല്ലേ? ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പൊ രണ്ടാമത് കേൾക്കുന്ന സമയത്ത് ഇനി ഒന്നും കൂടി എളുപ്പമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ആദ്യം കേൾക്കുമ്പോഴാണ് ഇതെല്ലാം ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ആണ്. അതിപ്പോൾ എയറിലാണെങ്കിൽ എപ്പോഴും എയറിൽ ഞാൻ എവിടെ വെച്ച് കഴിഞ്ഞാലും എപ്സിലോണിന്റെ വാല്യൂ ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റന്റ് ആയിരിക്കും ഉണ്ടാവുക. അത് മീഡിയം മാറ്റി, എയറിന് ഞാൻ ഓയിലിലേക്ക് മാറ്റി അല്ലെങ്കിൽ വാട്ടറിലേക്ക് മാറ്റി, അങ്ങനെ മീഡിയം മാറ്റുമ്പോൾ മാത്രമേ എപ്സിലോണിന്റെ വാല്യൂ മാറുന്നുള്ളൂ. ഇനി നമുക്കൊരു ചെറിയ കാര്യം കൂടി പഠിക്കാനുണ്ട്. എപ്സിലോൺ ആർ എന്താന്ന് അല്ലേ? എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്. അത് നമ്മൾ കമ്പയർ ചെയ്യാണ്. ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? എയർ ഓർ വാക്വം. എയറിനെയും വാക്വത്തിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് നമ്മൾ ഫ്രീ സ്പേസ് എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മീഡിയം പെർമിറ്റിവിറ്റി അല്ലേ? എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കലി ഫ്രീ സ്പേസ്. എയറിന്റെ വാക്വത്തിന്റെ പെർമിറ്റിവിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന വാക്കാണെന്ത്? എപ്സിലോൺ നോട്ട് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എപ്സിലോൺ 0. അപ്പോൾ നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി പറഞ്ഞു അല്ലേ? ആ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഫ്രീ സ്പേസോടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് എനി മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, എപ്സിലോൺ ഡിവൈഡ് ബൈ എപ്സിലോൺ നോട്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്താ ഉള്ളത്? എപ്സിലോൺ ആണുള്ളത്. അപ്പൊ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇതിനെ എനിക്ക് എപ്സിലോൺ ഈക്വൽ ടു എന്നാക്കി എഴുതണ്ടേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ എപ്സിലോൺ നോട്ട് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇൻറ്റു ആയി മാറി. സോ എപ്സിലോൺ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0. ആ വാല്യൂ എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ കേന്റെ വാല്യൂ എന്തായി മാറി? 1 by 4 pi എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എല്ലാം കംപ്ലീറ്റ് ആയല്ലോ. ഇനി കേന്റെ വാല്യൂ എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എഫ് ഇസ് ഈക്വൽ ടു 1 by 4 pi എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0 ഇൻറ്റു q1 q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഞാൻ 2-3 ഫോമിൽ നമ്മുടെ ഇക്വേഷൻ എഴുതുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതി. എഫ് ഈസ് ഈക്വൽ ടു 1 by 4 pi എപ്സിലോൺ 0 എപ്സിലോൺ ആർ q1 q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഞാൻ 2-3 ഫോമിൽ ഇക്വേഷൻ എഴുതുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഞാൻ 1-2 രൂപത്തിൽ ഇതൊന്ന് മാറ്റി എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി എഫ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു q1 q2 ബൈ ആർ സ്ക്വയർ ആണ്. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ 1 by 4 pi എപ്സിലോൺ ആണ്. എപ്സിലോൺ വേണമെങ്കിൽ നമുക്ക് എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0 എന്ന് എഴുതാം. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി 1-2 ഫോമിലേക്കും കൂടി ഞാൻ മാറ്റി എഴുതാണ്. ഇനി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. വേറൊരു പേരും കൂടിയുണ്ട്, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. എയറിന്റെ കേസിൽ എപ്സിലോൺ ആറിന്റെ വാല്യൂ എപ്പോഴും എന്താണ്? 1 ആണ്. എയറിന്റെ കേസിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി 1 ആണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളുടെ ഒരു ടേബിൾ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എയറിന്റെ അല്ലെങ്കിൽ വാക്വം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ സ്പേസ് പറയില്ലേ? അപ്പൊ എയറിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി 1 ആണ്. അപ്പൊ അതിന്റെ ടേബിൾ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. എയറിന്റെ അല്ലെങ്കിൽ വാക്വം 1 ആണ്. അതേപോലെ തന്നെ പേപ്പർ 2 to 3 റേഞ്ചിലാണ് വരുന്നത്. അതുപോലെ കുറെ കാര്യങ്ങളുണ്ട്, ഗ്ലാസ്, മൈക്ക. അതേപോലെ വാട്ടറിന്റെ ആണ് ഇമ്പോർട്ടന്റ്. വാട്ടറിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 81 ആണ്. മെറ്റലിന്റെ എല്ലാം ഇൻഫിനിറ്റി ആണ്, അത്രയും കൂടുതലാണ് മെറ്റലിന്റെ. ഓക്കെ, അപ്പൊ ഇതാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പോൾ ഏറ്റവും കുറവുള്ളത് എയർ അല്ലെങ്കിൽ വാക്വം 1 ആണ്. ബാക്കി എല്ലാം 1-നേക്കാളും എന്താണ്? കൂടുതലാണ്. ഫോർ എയർ എപ്സിലോൺ ആർ ഈക്വൽ ടു 1. എന്തിനാണ് നമ്മൾ എയറിന്റെ എപ്പോഴും എഴുതുന്നത്? കാരണം മിക്ക സമയത്തും നമ്മൾ 2 ചാർജ് എപ്പോഴും നമ്മൾ എയറിലോ അല്ലെങ്കിൽ വാക്വത്തിലാണ് പ്ലേസ് ചെയ്യാറ്. വേറൊരു മീഡിയത്തിൽ നമ്മൾ ഡിപ്പ് ചെയ്യുന്നത് റയർ ആയിട്ടുള്ള കേസിലാണ്. അപ്പൊ നമുക്ക് എയറിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു കേസ് ഇവിടെ എഴുതിക്കാലോ. അപ്പോൾ എഫ് ഫോഴ്സ് ഫോർ എയറിന്റെ ആണ് ജനറലൈസ് ചെയ്യുന്നത്. അപ്പൊ എയറിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയ ഇക്വേഷൻ ഒക്കെ എഴുതി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഇക്വേഷൻ എഴുതി കൂടാ. അതാണ് ഞാൻ ജനറൽ ആയിട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പൊ എയറിന്റെ കേസിലാവുമ്പോൾ എന്താ വരിക? 1 by 4 pi എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ. എയറിന്റെ കേസിൽ എപ്സിലോൺ ആർ എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. കാരണം എപ്സിലോണിന്റെ ആറിന്റെ വാല്യൂ എയറിന്റെ കേസിൽ എത്രയാണ്? 1. അപ്പൊ ഇൻറ്റു 1 അല്ലേ? 1.
ആൻഡ് Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടിയില്ലേ? എയറിന്റെ കേസിലാണെങ്കിൽ ഈ വലിയ ഇക്വേഷൻ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. 1/4πε0 Q1 Q2 ബൈ ആർ സ്ക്വയർ അല്ലേ? ഇതെല്ലാം നമുക്കറിയാം. ε0 എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലേ? എയറിന്റെ അല്ലെങ്കിൽ വാക്വത്തിന്റെ പെർമിറ്റിവിറ്റി വിളിക്കുന്ന പേരാണ് ε0. ε0ക്ക് ഒരു വാല്യൂ ഉണ്ട്. എയറിന്റെ കേസിൽ ε0 എന്തായിരിക്കും? 1 ആയിരിക്കും. ε0ന്റെ വാല്യൂ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആണ്. ε0ന്റെ വാല്യൂ 8.854 ഇൻറ്റു 10⁻⁻12 കൂളും സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇതാണ് ε0ന്റെ വാല്യൂ. ഇത് എല്ലാ സമയത്തും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ +1 ഗ്രാവിറ്റേഷന്റെ ചാപ്റ്ററിൽ ക്യാപിറ്റൽ ലെറ്റർ G പഠിച്ചത് ഓർമ്മയില്ലേ? അതിന്റെ വാല്യൂ എല്ലാ സമയത്തും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഗ്രാവിറ്റേഷണൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അതേപോലെ തന്നെ ഈ ε0ന്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. 8.854 ഇൻറ്റു 10⁻⁻12. അപ്പൊ എന്താണ് ε0? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എയറിന്റെ അല്ലെങ്കിൽ വാക്വത്തിന്റെ പെർമിറ്റിവിറ്റി വിളിക്കുന്ന പേരാണെന്ത്? ε0 എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് നോക്ക്. അപ്പൊ നമ്മൾ ജനറൽ ഇക്വേഷൻ പഠിച്ചു. എയറിന്റെ കേസിൽ ε0 1 ആയിരിക്കും. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഒരു എക്സാമിന് പ്രോബ്ലം ചോദിച്ചു. Q1ന്റെ വാല്യൂ തന്നു, Q2ന്റെ വാല്യൂ തന്നു, ആറിന്റെ വാല്യൂ തന്നു. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ സമയത്തും ഇതിന്റെ വാല്യൂ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കണ്ടേ? ഇതിന് നമുക്കൊരു വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാലോ? 1 കറക്റ്റ് കോൺസ്റ്റന്റ് ആണ്. 4 കോൺസ്റ്റന്റ് ആണ്. പൈന്റെ വാല്യൂ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എത്രയാണ്? 3.14. ε0ന്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 8.854 ഇൻറ്റു 10⁻⁻12. അപ്പോൾ നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഈ വാല്യൂ നമുക്ക് കൊടുത്തൂടെ? അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ കൊടുത്തു നോക്കുക. നമുക്ക് ഇതിന്റെ വാല്യൂ 9 ഇൻറ്റു 10⁻9. അപ്പോൾ എല്ലാ സമയത്തും ഇത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ഫോഴ്സ് ഇൻ എയർ ഇസ് ഈക്വൽ ടു, ഇത് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 ഇൻറ്റു 10⁻9 എന്ന് കിട്ടും. ഓക്കെ, 9 ഇൻറ്റു 10⁻9 Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ നമ്മൾ രണ്ട് ചാർജസ് എയറിൽ പ്ലേസ് ചെയ്തു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനേക്കാളും എളുപ്പം ഇതിലായിരിക്കും. കാരണം പ്രോബ്ലത്തിൽ എല്ലാ സമയത്തും നമ്മൾ ഇതിന്റെ വാല്യൂ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റെഡിമെയ്ഡ് ആക്കി വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടി. ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇൻ എയർ ഇഫ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എയർ ഓർ വാക്വം. ഇക്വേഷൻ എപ്പോഴേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? എയറിൽ അല്ലെങ്കിൽ വാക്വത്തിൽ. അപ്പോൾ എയറിൽ അല്ലെങ്കിൽ വാക്വത്തിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര ഫോഴ്സ് ഉണ്ടാവുക? ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു 10⁻9 Q1 Q2 ബൈ ആർ സ്ക്വയർ. Q1 ഫസ്റ്റ് ചാർജ്, Q2 സെക്കൻഡ് ചാർജ്, ആർ അവർ നമ്മളെ ഡിസ്റ്റൻസ്. ഈ 9 ഇൻറ്റു 10⁻9 ആണ് ഇതിന്റെ വാല്യൂ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി എയർ അല്ല വേറൊരു മീഡിയത്തിൽ വെച്ചു. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ നോക്ക്, ഈ 1/4πε0ന്റെ വാല്യൂ നമുക്ക് കിട്ടി 9 ഇൻറ്റു 10⁻9. ഓക്കെ, എയർ ആണെങ്കിൽ ε0ന്റെ വാല്യൂ എത്ര ആയിരിക്കും ഉണ്ടാവുക? 1 ആയിരിക്കും ഉണ്ടാവുക. എയർ അല്ലെങ്കിൽ ഈ ε0 എന്തുണ്ടാകും? വാല്യൂ ഉണ്ടാവും. അപ്പൊ ഇത്രയും ഭാഗത്തിന്റെ വാല്യൂ എത്രയാണ്? 9 ഇൻറ്റു 10⁻9. എയർ ആകുമ്പോൾ ഇത് നമ്മൾ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി എയർ അല്ലാത്ത സമയത്ത് ഇതിന് ഫോർ എക്സാമ്പിൾ വാട്ടർ, നമ്മൾ ടേബിൾ നേരത്തെ കാണിച്ചു. വാട്ടർ ആണെങ്കിൽ ഇത് എത്ര വരെ? 81 വരെ. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് എന്ത് പറയാം? F ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു 10⁻9 ഡിവൈഡഡ് ബൈ ε0 Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. കാരണം ഈ ഇക്വേഷൻ നമ്മൾ എയറിൽ അല്ലെങ്കിൽ വാക്വത്തിലാണെങ്കിൽ ഫ്രീ സ്പേസിലാണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ജനറൽ ആണെങ്കിൽ ഈ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ ആണ് നമ്മൾ കാണാണ്ട് പഠിക്കേണ്ടത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതെല്ലാം പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ നമ്മുടെ ഫോഴ്സിന്റെ കൂളോംസ് ലോന്റെ ഫൈനൽ ഇക്വേഷൻ എന്താണ്? 9 ഇൻറ്റു 10⁻9 ഡിവൈഡഡ് ബൈ ε0 Q1 Q2 ബൈ ആർ സ്ക്വയർ. എയറിന്റെ കേസിലാണെങ്കിൽ ε0 എത്രയാണ്? 1 ആണ്. അപ്പോൾ ε0 1 ആകുമ്പോൾ ഇക്വേഷൻ എന്താ വരിക? F is equal to 9 ഇൻറ്റു 10⁻9 Q1 Q2 ബൈ ആർ സ്ക്വയർ. ഇതാണ്. ഇനി അതല്ല വേറെ ഏതെങ്കിലും മീഡിയ ആണെങ്കിൽ ഇവിടെ വാല്യൂ എന്ത് ചെയ്യും? വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ എല്ലാം കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ കൂളോംസ് ലോ പ്രകാരം F is equal to a constant K ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ എന്നാണ്. Kന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1/4πε ആണ്. പിന്നെ നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി പഠിച്ചു. അത് കമ്പയർ ചെയ്യാണ്. പെർമിറ്റിവിറ്റി ഡിവൈഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എപ്പോഴും ഫ്രീ സ്പേസുമായിട്ട് കമ്പയർ ചെയ്യാണ് അല്ലേ? അപ്പോൾ നമ്മൾ എപ്സിലോണിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഡിവൈഡഡ് ബൈ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇൻറ്റു ആവും. സോ എപ്സിലോൺ ഇസ് ഈക്വൽ ടു ε0 ഇൻറ്റു ε0. ആ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 1/4πε0 ഇൻറ്റു ε0. ഇനി നമുക്ക് മനസ്സിലായി ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് എയറിന്റെ കേസിൽ ε0 എത്രയാണ്? 1 ആണ്. ആ 1 ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ പിന്നെ കംപ്ലീറ്റ് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. 1/4πε0 Q1 Q2 ബൈ ആർ സ്ക്വയർ. ഇതാണ് ഏതിന്റെ ഇക്വേഷന്? എയറിലുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ വാക്വത്തിലുള്ളത്. ഓക്കെ, ഇതെല്ലാം കോൺസ്റ്റന്റ് അല്ലേ? എല്ലാ സമയത്തും ഇങ്ങനെ എഴുതി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പോൾ ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എത്ര കിട്ടുക? 9 ഇൻറ്റു 10⁻9. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ എയർ ആണെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഫോഴ്സ് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 10⁻9 Q1 Q2 ബൈ ആർ സ്ക്വയർ.
ഇനി എയർ അല്ലാതെ വേറെ മീഡിയത്തിലാണെങ്കിൽ ഇവിടെ എന്ത് വരും, ഒരു ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ വരും. അപ്പോൾ ജനറൽ ആയിട്ട് എന്താണ് ഇക്വേഷൻ 9 × 10⁻9 ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇനി നമ്മൾ അവസാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ എപ്സിലോൺ ആർ ഡിനോമിനേറ്ററിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് മാത്സിലൊക്കെ അറിയാം ഈ ഡിനോമിനേറ്ററിന്റെ വാല്യൂ കൂടി കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ എന്ത് ചെയ്യും, കുറയും അല്ലേ. ഇവിടുത്തെ വാല്യൂ കൂടും തോറും എപ്സിലോൺ ആറിന്റെ വാല്യൂ കൂടും തോറും എഫിന്റെ വാല്യൂ എന്ത് ചെയ്യും, കുറയും. നമ്മൾ മാത്സിലെല്ലാം പഠിച്ച കാര്യമാണ്. അപ്പോൾ എയറിന്റെ വാല്യൂ എത്രയാണ്, 1. നമ്മൾ ആ ടേബിളിൽ പറഞ്ഞു എയറിന്റെ വാല്യൂ 1 ആണ്, ബാക്കിയുള്ള എല്ലാം 1നേക്കാളും എന്താണ് കൂടുതലാണ്. അപ്പോൾ ഏറ്റവും കുറവാരാണ്, എയറിനാണ്. അപ്പോൾ നമ്മൾ 2 ചാർജസ്, ഓക്കെ. സോ എൻ്റെ കയ്യിൽ 2 ചാർജസ് ഉണ്ട്. ഇവർ നമ്മുടെ ഡിസ്റ്റൻസ് ഞാൻ 6 ആക്കി കൺസിഡർ ചെയ്തു. ഇവരിപ്പോൾ ഏതിലാണ്, എയറിലാണ് അല്ലേ. അപ്പോൾ എയറിലാവുമ്പോൾ നമ്മൾ ഇവിടെ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ആൻസർ കിട്ടും. ഇതേ സംഭവം ഞാൻ വാട്ടറിൽ ഡിപ്പ് ചെയ്തു. വാട്ടറിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് സെയിം ആണ്, ചാർജ് എല്ലാം സെയിം ആണ്. അങ്ങനെ വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ മാറുക, മീഡിയം മാറി അല്ലേ. അപ്പോൾ വാട്ടറിലാവുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വാട്ടറിൽ 81 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 81 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 1 എയറിലാവുമ്പോൾ 1 ആയിരുന്നു, വാട്ടറിലാവുമ്പോൾ 81 ആയി മാറി. അപ്പോൾ ഡിനോമിനേറ്റർ താഴെയുള്ള വാല്യൂ കൂടിയില്ലേ. അപ്പോൾ ഇവിടുത്തെ വാല്യൂ കൂടുമ്പോൾ ഫോഴ്സിന്റെ വാല്യൂ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കുറയും അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഴ്സിന്റെ വാല്യൂ ഏറ്റവും കൂടുതൽ, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഏറ്റവും കൂടുതൽ എയറിൽ പ്ലേസ് ചെയ്യുമ്പോഴാണ്. വേറെ ഏത് മീഡിയം ആകുമ്പോഴും 1നേക്കാളും വാല്യൂ ഇവിടെ കൂടി വരും. അപ്പോൾ ഫോഴ്സ് എന്തെയും കുറഞ്ഞു വരും. വിച്ച് മീൻസ് ദാറ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് എ ഡൈഇലക്ട്രിക് മീഡിയം ബിറ്റ്വീൻ ദ ചാർജസ് ഡിക്രീസസ് ദ കൂളോംബ് ഇന്ററാക്ഷൻ. 2 ചാർജസ് തമ്മിലുള്ള മീഡിയം എയർ അല്ലെങ്കിൽ വാക്വത്തിന്റെ പകരം പുതിയൊരു മീഡിയമാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ എയറിനേക്കാളും അതിന്റെ ഫോഴ്സിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. അപ്പോൾ കൂളോംബിക് ഫോഴ്സ് ഏറ്റവും കൂടുതലുള്ളത് എയർ എന്ന് പറഞ്ഞ മീഡിയത്തിലാണ്, അല്ലെങ്കിൽ വാക്വം പറഞ്ഞ മീഡിയത്തിലാണ്. ഞാൻ വേറെ ഏതൊരു മീഡിയത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഫോഴ്സിന്റെ വാല്യൂ കുറയും. ഓക്കെ. കൂളോംസ് ലോയിൽ നമ്മൾ അവസാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൂളോംസ് ലോ വിൽ ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ. കൂളോംസ് ലോ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില എക്സാമിന് ചോദിക്കാം കൂളോംസ് ലോ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ കാരണം കൂളോംസ് ലോ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യാൻ കാരണം നമ്മുടെ കൂളോംസ് ലോയിൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നുണ്ട്. ഏത് ഇക്വേഷനിലും ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഉണ്ടെങ്കിൽ അത് ഇൻവേഴ്സ് സ്ക്വയറിൽ ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ. നമ്മൾ ഇനി അടുത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ പഠിക്കും, അതിലും ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഉണ്ട്. അപ്പോൾ അതും ഇൻവേഴ്സ് സ്ക്വയറിൽ ഒബേ ചെയ്യുന്നുണ്ട്. F is equal to 1/4πε0 Q1 Q2 divided by R square. ഇക്വേഷൻസ് എല്ലാം പഠിച്ചു. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, സിഗ്നിഫിക്കൻസ് ഓഫ് കൂളോംസ് ലോ. കൂളോംസ് ലോന്റെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം എന്താണ്, എവിടെയാണ് നമ്മൾ ഈ കൂളോംസ് ലോ എല്ലാം കാണാറ്. കൂളോംസ് ലോ നമ്മൾ എപ്പോഴും കാണാറ്, ഏറ്റവും കൂടുതൽ കാണാറ് ആറ്റംസിലും മോളിക്യൂൾസിലും ആണ് അല്ലെ. നമ്മൾ കെമിസ്ട്രിയിലെല്ലാം പഠിച്ചിട്ടുണ്ട്, ഒരു ആറ്റത്തിൽ സെൻട്രൽ എന്തുണ്ടാവും, ന്യൂക്ലിയസ് അല്ലെ, ചുറ്റും ഇലക്ട്രോൺസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ടാവും, അതേപോലെ തന്നെ ഇലക്ട്രോൺസ് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ടാവും. ഈ ഇലക്ട്രോൺസ് എന്തുകൊണ്ട് ന്യൂക്ലിയസിനെ ബൈൻഡ് ചെയ്യുന്നത്, ഇത് കൂളോംസ് ലോ പ്രകാരമാണ്. കാരണം ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പ്രോട്ടോൺസ് ഉണ്ടാവും, പ്രോട്ടോൺസിന്റെ ചാർജ് പോസിറ്റീവ്, ഇലക്ട്രോൺസ് ചുറ്റും ഇലക്ട്രോൺസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും, ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ്. ഈ നെഗറ്റീവും ന്യൂക്ലിയസിന്റെ പോസിറ്റീവും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കൊണ്ടാണ് ഇലക്ട്രോൺസ് അവിടെ ബൈൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് എന്ത് ഫോഴ്സ് ആണ്, 2 ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ആണല്ലോ. അതാണ് കൂളോംസ് ലോന്റെ ഒരു സിഗ്നിഫിക്കൻസ്. രണ്ടാമത്തെ സിഗ്നിഫിക്കൻസ്, ആറ്റംസ് ആർ ബൈൻഡ് ടുഗദർ ഡ്യൂ ടു കൂളോംസ് ലോ. ആറ്റംസ് എല്ലാം ബൈൻഡ് ചെയ്യുന്നത് കൂളോംസ് ലോ കാരണമാണ്. എക്സാമ്പിൾ ആയിട്ട് H2 ഹൈഡ്രജൻ അല്ലെ, H2 എന്ന് പറഞ്ഞ ഒരു ആറ്റം ഉണ്ട്. അപ്പോൾ 2 ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ട്. ആ 2 ഹൈഡ്രജൻ മോളിക്യൂളും ബൈൻഡ് ചെയ്ത് നിൽക്കാൻ കാരണം അവിടെയും എന്താണ്, കൂളോംസ് ലോ ആണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ, ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എല്ലാവരും കേട്ടിട്ടുണ്ട്. നമ്മൾ 8ലും 9ലൊക്കെ ആയിട്ട് നമ്മൾ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. എക്സാമ്പിൾ ആയിട്ട് എൻ്റെ കയ്യിൽ ഒരു മാഗ്നറ്റ് ഉണ്ട്. ഈ മാഗ്നറ്റിന് ചുറ്റും ഒരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ടാകും. ആ പെർട്ടിക്കുലർ റീജിയനെ വിളിക്കുന്ന പേരാണെന്ത്, മാഗ്നറ്റിക് ഫീൽഡ്. എക്സാമ്പിൾ ആയിട്ട് ഒരു മാഗ്നറ്റ് ഉണ്ട്. ഈ മാഗ്നറ്റിന്റെ തൊട്ടടുത്ത് ഞാനൊരു അയണിന്റെ പീസ് വെച്ചു. അപ്പൊ അയണിന്റെ പീസ് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ മാഗ്നറ്റിലേക്ക് ഈ അയൺ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. എന്തുകൊണ്ട് ഈ അയൺ അട്രാക്ട് ചെയ്യുന്നത്, കാരണം ഈ മാഗ്നറ്റിന് ചുറ്റും ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു റീജിയൻ ഉണ്ട്. ആ പെർട്ടിക്കുലർ റീജിയനെ വിളിക്കുന്ന പേരാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത് അല്ലെ. നമുക്കറിയാം ആ ഡിസ്റ്റൻസ് കൂടുന്തോറും മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞു വരും. കാരണം നമ്മൾ ഒരു അയണിന്റെ പീസ് ഇതിന്റെ തൊട്ടടുത്ത് വെക്കുമ്പോൾ ഇവർ നമ്മൾ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായിരിക്കും. നമ്മൾ എത്രത്തോളം ദൂരേക്ക് കൊണ്ടുപോകുന്നു അത്രത്തോളം ഈ അട്രാക്റ്റീവ് ഫോഴ്സ് എന്തെയും കുറഞ്ഞു വരും. എന്ന് പറഞ്ഞാൽ ദൂരേക്ക് പോകുന്തോറും അതിന്റെ ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ചാർജ് ഉണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ ഒരു ചാർജ് ഉണ്ട്.
ആ ചാർജിന് ചുറ്റും എന്താ ഉണ്ടാവുക, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലെ. ആ ചാർജിന് ചുറ്റും ഒരു പെർട്ടിക്കുലർ റീജിയൻ ഉണ്ടാവും. ആ റീജിയനെ വിളിക്കുന്ന പേരാണെന്ത്, ഇലക്ട്രിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള ഒരു പെർട്ടിക്കുലർ റീജിയനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കും അല്ലെ. അതേപോലെ തന്നെ ഒരു ചാർജിന് ചുറ്റുമുള്ള ഒരു പെർട്ടിക്കുലർ റീജിയനെ വിളിക്കുന്ന പേരാണെന്ത്, ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഡെഫിനിഷൻ നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ റീജിയൻ അറൌണ്ട് എ ചാർജ് വേർ ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഈസ് ഫെൽറ്റ്. ഒരു ചാർജിന് ചുറ്റുമുള്ള ഒരു പെർട്ടിക്കുലർ ഏരിയ, അതിന്റെ ഇൻഫ്ലുവൻസ് ആ ഏരിയയിൽ ഉണ്ടാകും. ആ പെർട്ടിക്കുലർ ഏരിയ വിളിക്കുന്ന പേരാണെന്ത്, ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് പോലെ തന്നെ ഒരു ചാർജിന് ചുറ്റുമുള്ള ഒരു പെർട്ടിക്കുലർ റീജിയനെ വിളിക്കുന്ന പേരാണെന്ത്, ഇലക്ട്രിക് ഫീൽഡ്. ചാർജിന്റെ തൊട്ടടുത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ദൂരേക്ക് പോകുന്തോറും അതിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ഈ വീഡിയോയിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഇ എന്ന ലെറ്റർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. എല്ലാവർക്കും വെക്ടർ ക്വാണ്ടിറ്റി അറിയാമെന്ന് കരുതുന്നു. വെക്ടർ ക്വാണ്ടിറ്റി ഇസ് എ ക്വാണ്ടിറ്റി ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഇന്റെ മേലെ ഒരു ആരോ മാർക്ക് റെപ്രസെന്റ് ചെയ്യാറ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ടോപ്പിക് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ആൻഡ് വിച്ച് ഇസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഇ. അപ്പൊ എന്താണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്തിന്റെ ഡെഫിനിഷൻ? ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഈസ് ദ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ചാർജ്. ഒരു യൂണിറ്റ് ചാർജിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, ഇലക്ട്രിക് ഫീൽഡ്. അതിന്റെ ഇക്വേഷൻ ആണ് E is equal to F divided by Q. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്തിന്റെ ഡെഫിനിഷൻ എല്ലാം മനസ്സിലാക്കി. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇലക്ട്രിക് ഫോഴ്സ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്, വിച്ച് മീൻസ് ദാറ്റ് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജിനെ വിളിക്കുന്ന പേരാണെന്ത്, ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് നമ്മൾ ഇ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാറ്. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഞാനൊരു വെക്ടർ സിമ്പിൾ ഇടുന്നത്. കാരണം അതിനെന്തുണ്ട്, ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇക്വേഷൻ ഒന്ന് എഴുതാം അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഇസ് ഈക്വൽ ടു ദ ഫോഴ്സ് which is acting per unit charge. Okay, electric field strength is equal to force acting per unit charge. E is equal to F divided by Q. അപ്പോൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ എഴുതി വെച്ചാൽ മതി. E is equal to electric field strength is equal to force which is acting per unit charge. ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലേ, 1/4πε0 Q1 Q2 divided by R square. ആ 1/4πε0ന്റെ വാല്യൂ എന്ത് കൊടുക്കാൻ വേണമെങ്കിൽ 9 × 10⁹ എയറിലാണെങ്കിൽ. ഈ ടോപ്പിക്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ടെസ്റ്റ് ചാർജ് എന്ന്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലും അടുത്ത ചാപ്റ്ററിലായിട്ട് എവിടെയൊക്കെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കേൾക്കുന്നോ അവിടെ എല്ലാം നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന ഒരു വാക്കാണ് ടെസ്റ്റ് ചാർജ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇനി എക്സാമിനൊക്കെ ചിലപ്പോൾ ചോദിക്കും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ അല്ലേ. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ടോപ്പിക് ആകുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡിഫിക്കൽട്ടി തോന്നും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആദ്യം എപ്സിലോൺ എന്ന് കേട്ടപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി അല്ലേ. റിപ്പീറ്റ് ചെയ്തത് കേട്ടപ്പോൾ നമുക്ക് എന്താണെന്ന സംഭവം എന്ന് മനസ്സിലായി. സോ അതേപോലെ തന്നെ ടെസ്റ്റ് ചാർജ് നമ്മൾ മനസ്സിലാക്കണം. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് ചാർജ്. ഒരു ചെറിയ +Q ചാർജ്. അപ്പൊ നമ്മൾ പഠിക്കാനുള്ള കൺവീനിയൻസിന് വേണ്ടി എടുക്കുന്നതാണ് ഈ ടെസ്റ്റ് ചാർജ്. അപ്പൊ എന്താണ് പറഞ്ഞു വരുന്നത്, നമ്മൾ എക്സാമിനോ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ എന്താണ് നമ്മൾ ചെയ്യാറ്, ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു ടെസ്റ്റ് ചാർജ് വെച്ചു എന്ന് സങ്കല്പിക്കും. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ആ ചാർജിനെ ഞാൻ Q എന്ന് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചാർജ് ആണ് എന്ത്, Q എന്ന് പറയുന്നത്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞപ്പോൾ ഡിസ്ക്രൈബ് ചെയ്ത ഒരു കാര്യമുണ്ട്. ഒരു ചാർജ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും ഒരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ടാവും. ആ പെർട്ടിക്കുലർ ഏരിയ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഇതിന് ചുറ്റും എന്തുണ്ട്, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ഇലക്ട്രിക് ഫീൽഡ്, സം ഇമേജിനറി ലൈൻസ് നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല, കുറച്ച് സാങ്കല്പികമായ കുറച്ച് ഫീൽഡ് ലൈൻസ് ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ എല്ലാം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഈ ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്തായിരിക്കും ഉണ്ടാവുക, കൂടുതലായിരിക്കും. നമുക്കറിയാൻ പറ്റും ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ തൊട്ടടുത്ത മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് പവർ കൂടുതലായിരിക്കും. ദൂരേക്ക് പോകുന്നതോറും അതിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും. അതേപോലെ തന്നെ ഇവിടെയുള്ള തൊട്ടടുത്തുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ദൂരേക്ക് പോകുമ്പോൾ അതിങ്ങനെ മാറി മാറി വരും. ഒരാൾക്ക് ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് ഇലക്ട്രിക് ഫീൽഡ്, അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ +2 ഫസ്റ്റ് ചാപ്റ്ററിൽ കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്ന മെത്തേഡ്, ഇലക്ട്രിക് ഫീൽഡ് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് ഒരു ടെസ്റ്റ് ചാർജ് വെക്കണം. അപ്പോൾ എന്താണ് ഈ ടെസ്റ്റ് ചാർജ്? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വിളിക്കുന്ന പേരാണെന്ത്,
ടെസ്റ്റ് ചാർജ്. ഓക്കെ, ഒരു ചെറിയ ഒരു യൂണിറ്റ് പ്ലസ് ക്യൂ ചാർജിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് ചാർജ്. ഇതിപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ ഇവിടെയുള്ള ചാർജ് എന്താണെങ്കിലും നമ്മൾ ടെസ്റ്റ് ചാർജ് എപ്പോഴും എന്തായിരിക്കും, പ്ലസ് ക്യൂ ചാർജ് ആയിരിക്കും. അപ്പോൾ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് ചാർജ്. അപ്പോൾ ഒരു പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്. അപ്പോൾ ഒരു ചാർജ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, ആ ഒരു ഭാഗത്ത് ഞാനൊരു ടെസ്റ്റ് ചാർജ് വെച്ചു. ഓക്കെ, ഒരു പ്ലസ് ക്യൂ ചാർജിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് ചാർജ്. ഇനി ഈ ഭാഗത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എന്തായിരിക്കും ഉണ്ടാവുക, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ചാർജ്. ഈ യൂണിറ്റ് ചാർജിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്. കണ്ടില്ല, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് വിച്ച് ഈസ് ആക്ടിങ് പെർ യൂണിറ്റ് ചാർജ്. ഈ യൂണിറ്റ് ചാർജിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്. ഓക്കെ, വിച്ച് മീൻസ് E is equal to F divided by Q. ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഒരു R ആയിട്ട് അസ്യൂം ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്. ഒരു പെർട്ടിക്കുലർ R ഡിസ്റ്റൻസ് എവേ ഉള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക, അവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെച്ചാൽ മതി അല്ലേ. ഇപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ക്യൂ ചാർജ് വെച്ചാൽ മതി. അപ്പോൾ എനിക്ക് ഇവിടുത്താണ് കണ്ടുപിടിക്കേണ്ടത്. ഇവർ നമ്മൾ ഡിസ്റ്റൻസ് എത്രയാണ്, R ആണ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ദ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ചാർജ് അല്ലേ. ആ യൂണിറ്റ് ചാർജിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. എനിക്ക് വേണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇവിടുന്ന് കണ്ടുപിടിക്കാം. അത് നമ്മൾ എന്തായാലും അടുത്ത ടോപ്പിക്കിൽ കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇത് യൂണിറ്റ് ചാർജ് എപ്പോഴും എന്തായിരിക്കും, പ്ലസ് ആയിരിക്കും. ഇതും പ്ലസ് അല്ലേ, പ്ലസിന് എന്താ ചെയ്യുക, റിപ്പലാ ചെയ്യുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈ ഒരു ഭാഗത്തേക്കായിരിക്കും ഉണ്ടാവുക. ഈ ചാർജ് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ഈ പ്ലസ് നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യില്ലേ, അപ്പോൾ ഡയറക്ഷൻ ഇങ്ങോട്ടായിരുന്നു. അപ്പോൾ രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതാണ്. ഡയറക്ഷൻ എല്ലാം നമ്മൾ അടുത്തൊരു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നതാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ചാർജ്. നമുക്ക് ഇതിന്റെ ഇക്വേഷൻ കൂടി എഴുതാം. ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ, അതോടെ ഈ ഭാഗം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫോഴ്സ് അല്ലേ, ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ, 1/4πε0. ε0 എന്ന് വിളിക്കാൻ കാരണം നമ്മൾ ഒരു കേസും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എയർ അല്ലെങ്കിൽ വാക്യൂം ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം 1/, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ചാർജ്. അപ്പോൾ ഞാൻ എഫിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, അതേപോലെ ക്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം 1/4πε0. ഓക്കെ, നമ്മൾ എയർ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. 1/4πε0 Q1 Q2/r². എന്താ Q1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാർജ്, Q2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ചാർജ്. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് ചാർജ് എത്രയാണ്, പ്ലസ് ക്യൂ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ചാർജ് ഇൻറ്റു സെക്കൻഡ് ചാർജ് എന്താണ്, സ്മോൾ ലെറ്റർ ക്യൂ, ഡിവൈഡഡ് ബൈ ഇവർ നമ്മുടെ ഡിസ്റ്റൻസ് എന്താണ്, R. അപ്പോൾ R². സോ 1/4πε0 ഫസ്റ്റ് ചാർജ് ഇൻറ്റു സെക്കൻഡ് ചാർജ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ. അപ്പോൾ എഫിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലേ, ഇവിടെ ഡിവൈഡഡ് ബൈ ഇല്ലേ. സോ ഞാൻ ഇവിടെ ഡിവൈഡ് ബൈ കൊടുത്തു, ഡിവൈഡ് ബൈ ചാർജ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ചാർജ്. ഇതാണ് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യൂവും കട്ട് ചെയ്ത് പോകും. ഓക്കെ, സോ ഈ ക്യൂവും കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, E ഈസ് ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ R². ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്തിന്റെ ഇക്വേഷൻ. അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷനും ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്തിന്റെ ഇക്വേഷനും പഠിക്കാൻ എളുപ്പമാണ് അല്ലേ. ഫോഴ്സിന്റെ ഇക്വേഷൻ ആണെങ്കിൽ F ഈസ് ഈക്വൽ ടു 1/4πε0 ഫസ്റ്റ് ചാർജ് ഇൻറ്റു സെക്കൻഡ് ചാർജ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ. ഇവിടെ ഒരൊറ്റ ചാർജേ ഉള്ളൂ അല്ലേ, മറ്റേ രണ്ടാമത്തെ ക്യൂ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്നുണ്ട്. സോ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ R². നമ്മൾ ഫോഴ്സ് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഫോഴ്സ് ഇൻവേഴ്സ് സ്ക്വയറിൽ ഒബേ ചെയ്യുന്നുണ്ട്, കാരണം അവിടെ ഡിവൈഡഡ് ബൈ R² എന്ന് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും ഇൻവേഴ്സ് സ്ക്വയറിൽ ഒബേ ചെയ്യുന്നുണ്ട്, കാരണം ഇവിടെ ഡിവൈഡഡ് ബൈ R² എന്ന് വരുന്നുണ്ട്. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചാർജിന് ചുറ്റുമുള്ള ഒരു പെർട്ടിക്കുലർ ഏരിയ, അതിന് ഇൻഫ്ലുവൻസ് ഫെൽറ്റ് ചെയ്യുന്ന, അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്ന ഏരിയ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇനി എന്താണ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്, ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ചാർജ്. ഒരു യൂണിറ്റ് ചാർജിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്. അപ്പോൾ ഒരു ചാർജ് ഉണ്ട്, ഈ ചാർജ് കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് കണ്ടുപിടിക്കണം. ആ ഏതൊരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനും നമ്മൾ ചെയ്യുന്ന ഐഡിയ എന്താണ്, ആ ഒരു ഭാഗത്ത് ഒരു ടെസ്റ്റ് ചാർജ് വെക്കും. എന്താണ് ടെസ്റ്റ് ചാർജ്, എ സ്മോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇസ് കോൾഡ് എ ടെസ്റ്റ് ചാർജ്. അപ്പോൾ ഒരു പ്ലസ് ചാർജ് വെച്ചു അല്ലേ. ഈ പ്ലസ് ചാർജ് വെക്കുന്ന സമയത്ത് ഇതിന്റെ മേലെ എന്ത് ആക്ട് ചെയ്യും, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. സോ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ചാർജ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്. അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡിവൈഡ് ബൈ ക്യൂ ക്യാൻസൽ ചെയ്തു, നമുക്ക് ഫൈനലായിട്ട് എന്ത് കിട്ടി, ഇക്വേഷൻ കിട്ടി.